താണുവണങ്ങി ആരാധിക്കാം. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, 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 സങ്കീർത്തനം 62:1 പ്രകാരം പറയുന്നു, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. 55-ാം സങ്കീർത്തനം 22-ാം തിരുവചനം, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ മനവും നമ്മുടെ ഇംഗിതങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് അവിടുത്തെ ആരാധിച്ച് സ്തുതിക്കാം. ആത്മാവിലായിരം മുറിവുണക്കീടും ആത്മീയ നിമിഷമി ആരാധന, ആത്മശരീര വിശുദ്ധി നൽകിയിടും അനുഗ്രഹ നിമിഷമി ആരാധന, 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 ആരാധന. സങ്കീർത്തനം 34:10, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രിയമകനെ, മകളെ, നിന്റെ ജീവിതത്തെ അറിയുന്നവനാണ് തമ്പുരാൻ. എല്ലാവരും ഈ നിമിഷം മിഴികൾ അടയ്ക്കട്ടെ. അന്ധനായവൻ കണ്ട കർത്താവ് അവന് കാഴ്ചയുണ്ടായിട്ടല്ല, അവൻ്റെ അകക്കണ്ണുകൊണ്ട് കണ്ടതുപോലെ കർത്താവിനെ നമുക്ക് കാണാം. യേശുവേ, ഈ നിമിഷം അങ്ങയെ ആരാധിക്കുന്ന ഈ നിമിഷം ഞങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അന്ധനെ സുഖപ്പെടുത്തിയവനെ, മുടന്തന് നടക്കുവാൻ കഴിവ് നൽകിയവനെ, കർത്താവേ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, ഞങ്ങളെ സ്പർശിക്കണമേ. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു. ദുഃഖങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമി ആരാധന, അലറുന്ന സാത്താന്റെ തല തകർത്തിയിടും അനുഗ്രഹ നിമിഷമി ആരാധന, 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 ആരാധന,
സ്പർശിക്കുന്നുണ്ട്. വിശ്വാസത്തോടുകൂടി അവിടുത്തെ ആരാധിച്ച് ദൈവം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. വ്യക്തിപരമായ ജീവിതത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. ആരാധന 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ. യേശുവേ, അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ. യേശുവേ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. ദൈവപുത്ര ഹല്ലേലൂയ. രക്ഷകനേ. അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുനാമത്തിൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. യേശുനാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. യേശുനാമത്തിൽ ബന്ധനമഴിയട്ടെ. യേശുനാമത്തിൽ രോഗങ്ങൾ സുഖപ്പെടട്ടെ. യേശുനാമത്തിൽ കടബാധ്യതകൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ ജോലി തടസ്സങ്ങൾ മാറട്ടെ. യേശുനാമത്തിൽ രോഗികൾ സുഖപ്പെടട്ടെ. യേശുനാമത്തിൽ അഭിഷേകം നിറയട്ടെ. യേശുനാമത്തിൽ സന്തോഷം നിറയട്ടെ. യേശുനാമത്തിൽ ദൈവസ്നേഹം നിറയട്ടെ. യേശുനാമത്തിൽ വിജയം ലഭിക്കട്ടെ. യേശുനാമത്തിൽ അനുഗ്രഹം ലഭിക്കട്ടെ. യേശുനാമത്തിൽ ആനന്ദം ലഭിക്കട്ടെ. യേശുനാമത്തിൽ ആശ്വാസം ലഭിക്കട്ടെ. യേശുനാമത്തിൽ ദുഃഖങ്ങൾ മാറട്ടെ. യേശുനാമത്തിൽ വേദനകൾ സുഖപ്പെടട്ടെ. യേശുനാമത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. യേശുനാമത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.
സങ്കീർത്തനം 46:10. ശാന്തമാകുക, ഞാൻ ദൈവമാണ് എന്നറിയുക. ഈ ശാന്തതയിൽ ദൈവം എന്നെ സ്പർശിക്കുന്നു. നമുക്ക് വിശ്വസിക്കാം. നമുക്കെല്ലാവർക്കും ദിവ്യകാരുടെ നാഥനെ ഒന്ന് ഉറ്റുനോക്കാം. സങ്കീർത്തനം 34:5. അവിടുത്തെ നോക്കി അവർ പ്രകാശിതരായി. പ്രിയമകനെ, മകളെ, നീ നോക്കുന്ന ഈ നിമിഷമുണ്ടല്ലോ, നിന്റെ ജീവിതം കർത്താവ് പ്രകാശപൂരിതമാക്കുകയാണ്. നമുക്ക് മിഴികൾ അടയ്ക്കാം. അകക്കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ ബാഹ്യനേത്രങ്ങളാൽ ഉറ്റുനോക്കിയ തമ്പുരാനെ ഒന്ന് കാണുവാൻ പരിശ്രമിക്കാം. അവിടുന്ന് നിന്റെ ചാരയുണ്ട്. പ്രിയമകനെ, മകളെ, നിന്റെ ഏത് വേദനയാ നിന്നെ അലട്ടുന്നത്? കർത്താവിനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേൻ. കർത്താവ് നിന്നെ അറിയുന്നുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീ വസ്ത്രവിളുമ്പിൽ തൊട്ടതുപോലും അവൻ അറിഞ്ഞു. ആ സ്പർശനത്തിൽ വിശ്വാസമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൾ സുഖപ്പെട്ടു. മരത്തിന് മുകളിൽ മറഞ്ഞിരുന്ന കർത്താവിനെ കാണുവാൻ കാണിച്ച വിശ്വാസമുണ്ടല്ലോ, സഖേവൂസിന്റെ വിശ്വാസം. അവിടുന്ന് ആ വിശ്വാസം കണ്ടു. സഖേവൂസേ, നിന്റെ ഭവനത്തിൽ ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. മകനെ, മകളെ, വിശ്വാസത്തോടുകൂടി നീ ഒന്ന് പ്രാർത്ഥിച്ചേ. ഈശോ നിന്നോടും പറയും, എനിക്ക് നിന്റെ ഭവനത്തിൽ വരണം, നിന്നോടുകൂടെ വസിക്കണം, നിന്റെ മക്കളോടുകൂടെ ആയിരിക്കണം, നിന്റെ മാതാപിതാക്കന്മാരോടുകൂടെ ആയിരിക്കണം, നിന്റെ ജീവിത പങ്കാളിയോടൊത്ത് ആയിരിക്കണം. എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം. യേശുവേ, ഈ നിമിഷം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരണമേ. തമ്പുരാനെ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. നമുക്കെല്ലാവർക്കും ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ, ആരാധന. കർത്താവേ, ഞങ്ങളെ സ്പർശിക്കണമേ. കർത്താവിന്റെ അനുഗ്രഹം വ്യാപരിക്കട്ടെ. ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, യേശുനാമത്തിൽ, യേശുനാമത്തിന്റെ ശക്തിയാൽ ദൈവജനം അനുഗ്രഹം പ്രാപിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 1:8 അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവേ, ദൈവജനം നിരാശയിൽ നിന്ന് വിട്ടുമാറി പ്രത്യാശയാൽ നിറയപ്പെടട്ടെ. സങ്കീർത്തനം 34:18 അഭിഷേകം. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കരങ്ങൾ കൂപ്പാം. പ്രിയമുള്ള ദൈവജനമേ, നിന്റെ വേദനകൾ അവിടുന്ന് ചുമന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 5-ാം തിരുവചനം. അവന്റെ ക്ഷതങ്ങളാൽ നീ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 1:17. അവിടുത്തെ പുത്രന്റെ തിരുരക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. ഈശോ നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ കാൽവരി മല. 3 ആണികളിൽ അവിടുന്ന് നിലവിളിയോടെ സ്നേഹത്തോടെ പ്രാണൻ വെടിഞ്ഞപ്പോൾ അവിടുത്തെ ഹൃദയം മൊഴിഞ്ഞ വാക്കുകളുണ്ട്. മകനെ, മകളെ, എൻ്റെ പ്രാണൻ നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നിന്റെ ഏത് ദുഃഖങ്ങളാ കർത്താവ് കേൾക്കുന്നില്ല എന്ന് നീ കരുതുന്നത്, നീ ഒന്ന് സമർപ്പിച്ചേൻ. കർത്താവ് കാണുന്നുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പ്രാണൻ വെടിയുന്ന നിമിഷം നല്ല കള്ളനെ നോക്കി അവിടുന്ന് പറഞ്ഞില്ലേ, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. കള്ളന്റെ പാപങ്ങൾ മറന്ന തമ്പുരാൻ
എൻ്റെ പാപങ്ങളും പൊറുക്കും. അവിടെ നിന്ന് അറിയുന്നുണ്ട്. വിശ്വസിക്കാം നമുക്ക്. 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് ഈശോ പ്രാണൻ വെടിഞ്ഞു. ആ പ്രാണൻ വെടിഞ്ഞ സമയത്ത് അവൻ്റെ തിരുവിരാവിൽ നിന്ന് ഒലിച്ചിറങ്ങിയ തിരുരക്തം നമ്മെ നോക്കി പറഞ്ഞു, മകനെ മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ പരിശുദ്ധ കുർബാനയിൽ ആ സ്നേഹത്തിൻ്റെ കണികയാണ് മകനെ. ഈ പരിശുദ്ധ കുർബാനയിൽ നിനക്ക് വേണ്ടി മുറിയപ്പെട്ട യേശുവാണ്. ഈ പരിശുദ്ധ കുർബാനയിൽ നിനക്ക് വേണ്ടി ചിന്തപ്പെട്ട അവിടുത്തെ രക്തമാണ്. 3 ആണികളിൽ തൂങ്ങി മരിച്ചപ്പോൾ അവിടുന്ന് ദാനമായി നൽകി അവിടുത്തെ അമ്മയെ. ആരാ പറഞ്ഞേ ഈശോ നമ്മെ മറക്കുന്നുണ്ടെന്ന്? വിടവാങ്ങുമ്പോഴും യോഹന്നാനെ നോക്കി പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം ഒറ്റപ്പെടലിൻ്റെ വേദനയാൽ അലയുന്നവരോട്, വിഷമിക്കുന്നവരോട് ഈശോ പറയുന്നുണ്ട്, മകനെ മകളെ, ഇതാ നിന്റെ അമ്മ. ഈശോയുടെ കുരിശിനെ കുറിച്ച് നമുക്ക് ഒന്ന് ധ്യാനിക്കാം. 3 ആണികളിൽ തൂങ്ങി മരിച്ചപ്പോൾ 3 മണി സമയത്ത് എരിവൊരു വെയിലത്ത് ഈശോ പ്രാണൻ വെടിഞ്ഞ ആ നിമിഷമുണ്ടല്ലോ, ഈശോ എന്നോട് പറഞ്ഞു, മകനെ മകളെ, നീ കരയരുത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രാണൻ വെടിയുകയാണ്. ഈശോയോട് ഈ ഒരു അനുഗ്രഹം നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. സാന്ത്വനപ്പെടുത്തുന്ന അനുഗ്രഹം, സമാശ്വസിപ്പിക്കുന്ന അനുഗ്രഹം. യേശുവേ, സ്പർശിക്കണമേ. 3 ആണികളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ 3 മണിച്ചൂടിലുരുകുമ്പോൾ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ 3 മണിച്ചൂടിലുരുകുമ്പോൾ മരവിച്ച മനസ്സുമായി നിൽക്കുമീ മർത്യനായി ദാനമായി നൽകി നീ നിന്നമ്മയെ, ദാനമായി നൽകി നീ നിന്നമ്മയെ. ഈശോ ഈശോ എന്തൊരു സ്നേഹമെന്നീശോ. ഈശോ ഈശോ എന്തൊരു സ്നേഹമെന്നീശോ, എന്തൊരു സ്നേഹമെന്നീശോ. നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഈശോയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈ ദിവ്യകാരുണ്യമാണ് നിനക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ ബലിയായത്. അന്ന് മരക്കുരിശിന്റെ മാറിൽ കിടന്ന് നിലവിളിച്ച തമ്പുരാൻ ഇന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. മരക്കുരിശിന്റെ മാറിൽ കിടന്നുകൊണ്ട് മർത്യനായ എന്നോട്, നിന്നോട് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു, മകനെ മകളെ, നീ എന്തിനാണ് കരയുന്നത്? നിന്റെ ജീവിത കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുവാനായിതാ ഞാൻ നിനക്ക് എൻ്റെ അമ്മയെ നൽകുന്നു. നീ ഒരിക്കലും അനാഥനോ അനാഥയോ അല്ല. നിന്റെ കൂടെ ആരുമില്ല എന്ന് നീ കരുതരുത്. നിനക്ക് ഞാൻ എൻ്റെ അമ്മയെ ദാനമായി നൽകുന്നു. മരക്കുരിശിൻ മാറിൽ കിടന്ന് മർത്യനമെന്നോടു നീ മൊഴിഞ്ഞു. മരക്കുരിശിൻ മാറിൽ കിടന്ന് മർത്യനമെന്നോടു നീ മൊഴിഞ്ഞു. കരയുന്നതെന്തിനെൻ മകനേ, കരയുന്നതെന്തിനെൻ മകളേ, ജീവിത കുരിശിൻ ചുവട്ടിൽ നിൽക്കുവാൻ നിനക്കിത കുഞ്ഞേ എന്നമ്മ.
ജീവിത കുരിശിൻ ചുവട്ടിൽ നിൽക്കുവാൻ നിനക്കിത കുഞ്ഞേ എന്നമ്മ. ഈശോ ഈശോ എന്തൊരു സ്നേഹമെന്നീശോ. ഈശോ ഈശോ എന്തൊരു സ്നേഹമെന്നീശോ. എന്തൊരു സ്നേഹമെന്നീശോ. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഈ ആരാധനയുടെ നിമിഷം ധ്യാനിക്കാം. ഒരിക്കൽ മാത്രമേ കാൽവരി കരഞ്ഞിട്ടുള്ളൂ, ഒരിക്കൽ മാത്രമേ മരക്കുരിശ് കരഞ്ഞിട്ടുള്ളൂ. ഈശോയുടെ മാറ് പിളർന്ന നിമിഷം അവൻ അനേകരെ സുഖപ്പെടുത്തി അവൻ്റെ കരം കുരിശോട് ചേർത്ത് വെച്ച് ആണികളാൽ അടിക്കപ്പെട്ടപ്പോൾ ആ കുരിശ് പോലും നിലവിളിച്ചു, ദൈവമേ, ദൈവപുത്രൻ്റെ ഈ ബലി അങ്ങ് സ്വീകരിക്കണമേ. ഈ ആരാധനയുടെ നിമിഷം കരയുന്ന ദൈവജനങ്ങളെല്ലാവരും ആശ്വസിപ്പിക്കപ്പെടുന്നു. നിന്റെ മിഴിനീർ കണങ്ങൾ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 56:8 അഭിഷേകം നിറയട്ടെ. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 4-ാം തിരുവചനം. അവിടുന്ന് വീണ്ടും വരുമ്പോൾ അവരുടെ മിഴികളിൽ നിന്ന് മിഴിനീർ അവിടുന്ന് തുടച്ചു മാറ്റും. കാൽവരിയിലെ ആ രക്തത്തോട് ചേർത്ത് വെച്ച് നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ സമർപ്പിച്ച് ഈശോയെ ആരാധിക്കാം. മരക്കുരിശും കരഞ്ഞ മാറു പിളർന്നപ്പോൾ കാൽവരി തേങ്ങിയ മർത്യനൊപ്പം. മരക്കുരിശും കരഞ്ഞ മാറു പിളർന്നപ്പോൾ കാൽവരി തേങ്ങിയ മർത്യനൊപ്പം. കരയുന്നതെന്തിനെൻ മകനേ, കരയുന്നതെന്തിനെൻ മകളേ, തിരുച്ചോരത്തുള്ളിയാൽ കുതിർന്നൊരമ്മ വാരിപ്പുണർന്നെന്നെ സ്വന്തമാക്കി. തിരുച്ചോരത്തുള്ളിയാൽ കുതിർന്നൊരമ്മ വാരിപ്പുണർന്നെന്നെ പരിശുദ്ധമ്മേ, മധ്യസ്ഥം വഹിക്കണമേ. നല്ലവരും പ്രാർത്ഥിക്കട്ടെ. അമ്മേ അമ്മേ എന്തൊരു സ്നേഹമെന്നമ്മ. അമ്മേ അമ്മേ എന്തൊരു സ്നേഹമെന്നമ്മ. എന്തൊരു സ്നേഹമെന്നമ്മ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. എല്ലാ ദുഃഖങ്ങളും സമർപ്പിച്ചുകൊണ്ട്, നൊമ്പരങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, കഷ്ടതകൾ സമർപ്പിച്ചുകൊണ്ട്, സന്തോഷങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, ജീവിത വ്യാകുലതകൾ സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ ആരാധനയുടെ നിമിഷം നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ മരക്കുരിശിൽ മരിച്ചവനേ, എനിക്കായി കുരിശിൽ പിടഞ്ഞവനേ, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. രക്ഷകനേ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന്
ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം പ്രാപിക്കുവാനായി നമ്മൾ ഒരുങ്ങുകയാണല്ലോ. ആശീർവാദത്തിനായി ഒരുങ്ങുന്ന ഈ നിമിഷം നമ്മുടെ മനസ്സിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. 1 പത്രോസ് 5:6 കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടുകൂടി ആയിരിക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും ദിവ്യകാരുണ്യനാഥൻ്റെ കാൽച്ചുവടിൽ നമുക്ക് സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ കാൽച്ചുവടിലിരുന്ന് അവിടുത്തെ ഹിതം ആരാഞ്ഞ മറിയത്തെ പോലെ നമുക്ക് ഇരിക്കാം. കുരിശിൻ ചുവട്ടിൽ നിന്ന് അവിടുത്തെ തിരുമുറിവുകളെ ധ്യാനിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ മിഴിനീർ അവിടുന്ന് തുടച്ചു മാറ്റും. നമ്മുടെ ദുഃഖങ്ങൾ അവിടുന്ന് തിരിച്ചറിയും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. യാക്കോബ് 5:15 അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ഈശഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, 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 ആരാധന. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ